ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിലേക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ചപ്പാത്തിയിലേക്ക് ഉപയോഗിക്കാം, പുട്ടിലേക്ക് ഉപയോഗിക്കാം. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ മുട്ടക്കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കോലുപ്പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ള ഒരു മുട്ടക്കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ചുരുട്ടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ചെറുനാരങ്ങ ഉണ്ടല്ലോ അത്രയും വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലാദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിടാം. കുറച്ച് വെള്ളം ഒഴിച്ച് അത് കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കിയിടാം കേട്ടോ. നന്നായിട്ടൊന്ന് കുതിരണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് നാളികേരം വേണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 1/4 മുറി നാളികേരമാണ് ശരിക്കും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല വെണ്ണ പോലെ തന്നെ നമുക്കിത് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നോക്കിയേ, ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഈ കോലിപ്പുളി ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടത്. അപ്പോൾ അതിലേക്ക് നോക്കി നമ്മൾ ഒരു 1/2 സബോള കേട്ടോ, നല്ല വലിപ്പമുള്ളൊരു സബോളയായിരുന്നു. അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇഞ്ചി കണ്ടോ, ഇതേപോലെ നീളത്തിലിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി തന്നെയായിരുന്നു. അപ്പോൾ അരിഞ്ഞത് ചതക്കല്ല ചെയ്യാൻ, നമ്മളിങ്ങനെ അരിഞ്ഞാട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ 1 ടീസ്പൂണും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഓക്കെ, ഒരു 1/4 ടീസ്പൂണേക്കാൾ ഇത്തിരി കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളി കണ്ടോ, ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാതും നമുക്ക് എലിക്കാൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ പുളി പിഴിഞ്ഞതുണ്ടല്ലോ അത് എലിക്ക് ഒഴിച്ച് കൊടുക്കാം. കൊറ്റം വിടാതെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി നോക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു അളവിൽ തന്നെ നമ്മൾ വയ്ക്കണം. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു അളവ് കണ്ടോ, അപ്പോൾ ഇത്ര അളവൊന്നും പറയണില്ല കേട്ടോ. ഈ ഒരു അളവിൽ വേണം നമ്മൾ കറിക്കുള്ള ചാറൊക്കെ റെഡിയാക്കാനായിട്ട്. ഇത്ര അളവിൽ വെച്ചാലാണ് നമുക്ക് തിളച്ചൊക്കെ വരുമ്പോൾ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇത്ര അളവൊന്നും ഉപ്പെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ തിളച്ച് പാകമായി വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ കത്തിച്ച് ചട്ടി നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മൾ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ചിലപ്പോൾ തിളച്ച് പൊന്തി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ആവി വരുന്നതാണ്. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നോക്കിയേ, നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ തിളച്ച് പൊന്തി പോവും, അപ്പോൾ കറിയുടെ ടേസ്റ്റും പോവും. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ ഇനി മൂടി വയ്ക്കില്ല, ഇനി തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അപ്പം നോക്കി നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ചാറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അന്ന് വെന്ത് ഉടഞ്ഞ് പൂവും ചെയ്യരുതിട്ട് തക്കാളി ഇങ്ങനെ നന്നായിട്ട് വേവാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉണ്ടല്ലോ കോഴിമുട്ട പുഴുങ്ങി തോടക്കും കളഞ്ഞ് ഇതേപോലെ നടു മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
കോഴിമുട്ട ഇട്ടിട്ട് നമ്മൾ കുറേ നേരം തിളപ്പിക്കില്ല. ഒന്ന് നല്ലൊരു ഒന്ന് വരുന്നോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. അപ്പം നോക്കി നമ്മൾ കോഴിമുട്ടയൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് തിളച്ച് വരണുള്ളൂ കേട്ടോ. കണ്ടോ, സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ മുട്ടക്കറി വയ്ക്കുമ്പോൾ. തിളക്കണേൻ്റെ ഒക്കെ നല്ലൊരു മണം വരും. ഇനിയിപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വന്നു. അതിലേക്ക് നോക്കിയത് നമ്മൾ ചുവന്നുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ അരിഞ്ഞോട്ടാ, കറിക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആവട്ടെ. നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് നോക്കിയത് ഇതേപോലെ ഒരു കളറായിട്ടുണ്ട് കണ്ട. ഈ സമയത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ചാറെടുത്ത് ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടാ. ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിലേക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ചപ്പാത്തിയിലേക്ക് ഉപയോഗിക്കാം, പുട്ടിലേക്ക് ഉപയോഗിക്കാം. എന്താ പറയുക, ഈ 3ലേക്കും ഈ ചാറ് നല്ല ടേസ്റ്റാട്ടാ. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറ്റേ. പപ്പടം ഇരിക്കണ്ടായിരുന്നു. കാലത്ത് പുട്ടുണ്ടാക്കിയപ്പോൾ കാലത്ത് പപ്പടം, അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി മുട്ടക്കറി കേട്ടാ. കണ്ടാ ഭംഗിയും. നോക്കട്ടെ, നല്ല രസം. ശരിക്കും ഇത് കഴിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കിക്കേ, രസമായിട്ടുള്ളതല്ല. പപ്പടമൊക്കെ കുഴച്ച് കഴിക്കാനില്ലേ, ഭയങ്കര രസത്. സ്മിത പറഞ്ഞോണത് ചപ്പാത്തിക്കയിലും പുട്ടിലേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പുട്ടിലേക്ക് ഉണ്ടാക്കിയത്. നല്ല രസം കഴിക്കാനായിട്ട് ഇപ്പോൾ. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വെടിയേറ്റ് കേട്ടാ.